ഇന്ന് ആ ദിവസത്തിനു ശേഷം എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം. നാം ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ ലോകം വിടാൻ നാം വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നാം ഈ ലോകം വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ ദിവസത്തിനു ശേഷം നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നുവെന്ന് ദൈവം പറയുന്നു. ഇത് ബൈബിളിലെ ഒരു പ്രധാന ഉപദേശമല്ലേ? അതിനാൽ ഇന്നത്തെ ജീവിതം അർത്ഥശൂന്യമായും നിസ്സംഗമായും നാം ഒരിക്കലും ജീവിക്കരുത്. അവസാനം എല്ലാവരുടെയും പക്കൽ എന്താണുള്ളത്? ആ ദിവസത്തിനു ശേഷം എല്ലാവർക്കും ജീവിതമുണ്ട്. എല്ലാവരുടെയും വിധി നിർണയിക്കപ്പെടുന്ന ദിവസം തീർച്ചയായും വരും. അവർ ധനികരോ ദരിദ്രരോ ശക്തരോ സാധാരണക്കാരോ ആകട്ടെ, അല്ലേ? അങ്ങനെ അവർ സ്വേച്ഛാധിപതികളായാലും പീഡിപ്പിക്കപ്പെടുന്നവരായാലും പ്രശസ്തരായവരായാലും അല്ലെങ്കിൽ സാധാരണക്കാരായാലും അവരെല്ലാം ഈ ലോകം വിട്ടുപോകുന്നു. എന്നാൽ അത് അവസാനമല്ല. ആ ദിവസത്തിനു ശേഷമുള്ള സാഹചര്യമാണ് പ്രധാനം. അപ്പോൾ ആ ദിവസത്തിനു ശേഷം നമ്മുടെ ജീവിതം നിർണയിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആ ദിവസത്തിനു ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നു. ബൈബിളിലെ ഈ ഉപദേശം കണക്കിലെടുക്കുമ്പോൾ വ്യർത്ഥമായ ഒന്നിനുവേണ്ടി നാം ഒരിക്കലും നമ്മുടെ ജീവിതം പാഴാക്കരുത്. എബ്രായർ 9:27 നോക്കാം. 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ആ ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കും? ന്യായവിധിയും മനുഷ്യർക്കു നിയമിച്ചിരിക്കയാൽ. ഇംഗ്ലീഷ് ബൈബിളിൽ അത് ന്യായവിധിയായി എഴുതിയിരിക്കുന്നു. അതിൽ ന്യായവിധിയെക്കുറിച്ച് പരാമർശിക്കുന്നതിനാൽ ഒരു കോടതി നൽകിയ വിധിയായി നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ചിലർ നരകത്തിൽ പോകും, ചിലർ സ്വർഗത്തിൽ പോകും. ചിലർ തീപ്പൊയ്ക്കയിൽ എന്നേക്കും വേദന സഹിക്കും, ചിലർ നിത്യജീവനും സന്തോഷവും ആസ്വദിക്കും. ആ ദിവസത്തിനു ശേഷം അത് നിർണയിക്കപ്പെടും. നാം സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെല്ലാം ശേഖരിക്കപ്പെടുന്നു. വെളിപ്പാടിൽ നാം ചെയ്തതനുസരിച്ച് ദൈവം എന്തു ചെയ്യും? ഓരോരുത്തർക്കും അവർ ചെയ്തതനുസരിച്ച് അവൻ കൊടുക്കും. ആ ദിവസത്തിനു ശേഷം എന്തു സംഭവിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം യേശുവിന്റെ ഉപദേശത്തിലൂടെ പരിശോധിച്ച് നമ്മോട് തന്നെ ഇങ്ങനെ ചോദിക്കാം: ഇന്നു മുതൽ ഏതുതരം ജീവിതത്തിനായി നാം തയ്യാറെടുക്കണം? ആ ദിവസത്തിനു ശേഷം എന്ത് സംഭവിക്കുമെന്നതിനു വേണ്ടി നാം ഒരുങ്ങണം. നമുക്ക് മത്തായി 7-ാം നോക്കാം. മത്തായി 7:21 യേശു പറയുന്നു: എന്നോട് കർത്താവേ, കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല. ആ ദിവസത്തിനു ശേഷം നാം എവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നു? സ്വർഗരാജ്യത്തിൽ. ഇവിടെ യേശു പറയുന്നു: എന്നോട് കർത്താവേ, കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നതാണ് നിത്യസ്വർഗരാജ്യത്തിനായി ഒരുങ്ങാനുള്ള വഴി എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ലേ? വാക്യം 22: കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്നു പലരും ആ നാളിൽ എന്നോട് പറയും. അന്നു ഞാൻ അവരോട്: ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടുപോകുവിൻ എന്നു തീർത്തു പറയും.
മറ്റൊരു വാക്കിൽ അവർ ആരാണ്? ദൈവത്തിന്റെ ന്യായപ്രമാണം പാലിക്കാത്തവരാണ് അധർമ്മം പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ടാണ് മറ്റൊരു പതിപ്പിൽ നിയമലംഘകരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് എഴുതിയിരിക്കുന്നത്. ആളുകൾ ദൈവത്തിന്റെ ന്യായാസനത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഭൂമിയിൽ എന്തു ചെയ്തു എന്ന് ദൈവം ചോദിക്കും. ചിലർ പറയും, കർത്താവേ, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു എന്ന്. ഞാൻ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. നിങ്ങൾ മറ്റെന്താണ് ചെയ്തത്? ഞാൻ ഞായറാഴ്ച ആരാധന ആരാധിച്ചു, കുരിശിനെ ആരാധിച്ചു, ക്രിസ്തുമസ് ആഘോഷിച്ചു. ഈ വിധത്തിൽ അവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കുമ്പോൾ ദൈവം ഒരു ന്യായവിധി നടത്തും. അത് അധർമ്മമാണോ ദൈവഹിതമാണോ എന്നതിനെ ആശ്രയിച്ച് ദൈവം അവരെ ന്യായം വിധിക്കുകയും അധർമ്മം ചെയ്ത എല്ലാവരെയും പുറത്താക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവത്തിന്റെ ഉത്സവങ്ങളും സ്നാനവും മൂടുപടത്തിന്റെ നിയമവും പുതിയ നിയമത്തിന്റെ മറ്റു പല ഉപദേശങ്ങളും ഉണ്ട്. ഇവയിൽ സ്വർഗീയ മാതാവിൽ നാം വിശ്വസിക്കേണ്ട ഉപദേശത്തെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമുക്ക് ചുറ്റും ധാരാളം പള്ളികളുണ്ട്. നാം ചുറ്റും നോക്കിയാൽ നിരവധി ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്നിരുന്നാലും പരിശുദ്ധാത്മാവിന്റെ അവസാന യുഗത്തിൽ നാം ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ മാതാവായ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് ദൈവം വിശദമായി വിശദീകരിക്കുന്നു. പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും കർത്താവേ, കർത്താവേ എന്ന് നാം പറയുന്നുണ്ടെങ്കിലും നാം അവന്റെ ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുമോ? ആ ദിവസത്തിനു ശേഷം ഈ ഭൂമിയിൽ നമ്മുടെ വിശ്വാസം നാം എങ്ങനെ പ്രാവർത്തികമാക്കി എന്ന അടിസ്ഥാനത്തിലാണ് നാം സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നതെന്ന് ദൈവം നിർണയിക്കുന്നത്. കർത്താവേ, കർത്താവേ എന്ന് പറയുന്നവർക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പ്രവേശിക്കുകയില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിനാൽ പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലുമുള്ള ശരിയായ വിശ്വാസത്തിലൂടെ നാം സകല മനുഷ്യരാശിയെയും സ്വർഗരാജ്യത്തിലെ രക്ഷയിലേക്ക് നയിക്കേണ്ടതല്ലേ? കൂടാതെ നാം നമ്മുടെ അയൽക്കാരെ സ്നേഹത്തോടെ സത്യത്തിലേക്ക് നയിക്കേണ്ടതല്ലേ? ഇന്ന് ലോകത്തിലെ സഭകൾ പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ് ഊന്നിപ്പറയുന്നത്. എന്നിരുന്നാലും പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കുമ്പോൾ നമുക്ക് സമ്പൂർണ്ണ വിശ്വാസത്തിലെത്താൻ കഴിയുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഗലാത്യർ 4-ാം അധ്യായം നോക്കാം. ഗലാത്യർ 4-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ. അവിടുന്ന് ആരാണ്? നമ്മുടെ അമ്മ. നമ്മുടെ അമ്മ എന്ന് വ്യക്തമായി എഴുതിയിട്ടില്ലേ? വാക്യം 27: പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവു കിട്ടാത്തവളെ പൊട്ടി ആർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. എന്നാൽ അന്നു ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കിക്കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല. ആരുടെ? നാം ആരുടെ മക്കളാണ്? സ്വതന്ത്രയുടെ മക്കളത്രേ. ഗലാത്യർ 4-ാം അധ്യായത്തിലെ സ്വതന്ത്ര സ്ത്രീ ആരെയാണ് സൂചിപ്പിക്കുന്നത്? യെരൂശലേം നമ്മുടെ അമ്മയാണെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാഗ്ദത്തം ലഭിച്ച ദൈവജനത്തെ സ്ത്രീയുടെ മക്കൾ എന്ന് വിളിക്കുന്നു. ബൈബിളിലെ 66 പുസ്തകങ്ങളിലൂടെ നമുക്ക് മാതാവായ ദൈവം ഉണ്ടെന്ന് ദൈവം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു.
ബൈബിളിലെ ഒരേയൊരു സാക്ഷ്യം ഇതല്ല. നമുക്ക് ഉൽപ്പത്തി 1-ാം തുറക്കാം. ഇവിടെ ദൈവേഷ്ടം എന്താണെന്ന് നാം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ, ആ ദിവസത്തിനു ശേഷം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയും. നമുക്ക് ഉൽപ്പത്തി 1-ാം നോക്കാം. 1-ാം അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്നു കൽപ്പിച്ചു. മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവം നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞു. മനുഷ്യരാശിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഒന്നല്ല. 27-ാം വാക്യം എടുത്തുകൊണ്ട് നാം എന്ന വിഭാഗത്തിൽ ദൈവത്തിന്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യരാശിയെ സൃഷ്ടിച്ചതിനാൽ അവൻ തന്റെ സ്വരൂപം പകർത്തി എന്നല്ലേ അതിനർത്ഥം? ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഒരു പകർപ്പ് ഉണ്ടാക്കിയ ശേഷം ആരാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടു. എങ്ങനെയാണ് ദൈവം തന്നെ ആവിഷ്കരിച്ചത്? നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവിടുന്ന് സ്വയം മനുഷ്യരാശിയെ സൃഷ്ടിച്ചില്ല. ഒരു ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ അവിടുന്ന് എങ്ങനെ ആവിഷ്കരിക്കണമായിരുന്നു? ഞാൻ സ്വയം മനുഷ്യനെ സൃഷ്ടിക്കും. അവിടുന്ന് ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കണം. എന്നിരുന്നാലും 26-ാം വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ചെയ്തുകൊണ്ട് ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന്റെ പുരുഷ പ്രതിച്ഛായയെ നാം എന്താണ് വിളിക്കുന്നത്? നാം അവിടുന്ന് പിതാവായ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാം ദൈവത്തിന്റെ സ്ത്രീ സ്വരൂപത്തെ എന്ത് വിളിക്കണം? അവിടുന്ന് നാം മാതാവായ ദൈവം എന്ന് വിളിക്കണം. ഉൽപ്പത്തി ഈ കാര്യം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. എങ്കിലും ഇന്ന് ലോകത്തിലെ എല്ലാ സഭകളും മാതാവായ ദൈവമല്ല, പിതാവായ ദൈവം മാത്രമേയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ബൈബിളിലെ ഉൽപ്പത്തി അധ്യായം 1 നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണോ? അത് ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് ബൈബിളാണ് നോക്കുന്നതെങ്കിലും അത് ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാലും ദൈവം ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. ഒരു ദൈവം മാത്രമേയുള്ളൂ എന്ന് അവകാശപ്പെടാൻ അവർ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന വാക്യം എഫെസ്യർ 4-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. നമുക്ക് എഫെസ്യർ 4-ാം അധ്യായം 5-ാം വാക്യം നോക്കാം. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി. എത്ര ദൈവങ്ങളുണ്ട്! എല്ലാവർക്കും ദൈവവും. നാം ഇത് മാത്രം വായിച്ചാൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്നിരുന്നാലും അതിനുശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിതാവുമായവൻ ഒരുവൻ. നമ്മുടെ പിതാവായി നമുക്ക് എത്ര ദൈവങ്ങളുണ്ട്? ഒന്ന് മാത്രം. നമ്മുടെ പിതാവായി ഒരു ദൈവം മാത്രമേ ഉള്ളൂ, എന്നാൽ പിതാവായ ദൈവമല്ലാതെ മറ്റാരുണ്ട്? ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യം അനുസരിച്ച് ആരാണ് സ്ത്രീരൂപത്തിന്റെ മാതൃകയായത്? അപ്പോൾ ദൈവത്തിന്റെ സ്ത്രീ പ്രതിച്ഛായയെ നാം മാതാവായ ദൈവമെന്ന് വിളിക്കേണ്ടതല്ലേ? പിതാവായ ദൈവവും മാതാവായ ദൈവവും മനുഷ്യരാശിക്ക് നിത്യജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ മനുഷ്യരാശി പിതാവായ ദൈവത്താലും മാതാവായ ദൈവത്താലും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കൊറിയയിൽ പോലും നിരവധി വിഭാഗങ്ങളുണ്ട്. പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, ഹോളിനസ്, ബാപ്റ്റിസ്റ്റ്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ്, യഹോവയുടെ സാക്ഷികൾ, ഏകീകരണം എന്നിവയും അതിലേറെയും. എന്നാൽ ബൈബിളും അങ്ങനെ തന്നെ. ഇംഗ്ലീഷ് ബൈബിളിലും സ്പാനിഷ് ബൈബിളിലും അങ്ങനെ തന്നെയാണ്.
എല്ലാ ബൈബിളുകളും ഒരേപോലെ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ അവയെപ്പോലെ നാമും അവയിൽ വിശ്വസിക്കേണ്ടതല്ലേ? പുരുഷ ഛായയിലുള്ള ദൈവത്തിൽ നിന്ന് പുരുഷനെയും സ്ത്രീ ഛായയിലുള്ള ദൈവത്തിൽ നിന്ന് സ്ത്രീയെയും സൃഷ്ടിച്ചില്ലേ? ഞാൻ അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ വേർതിരിച്ചറിയാൻ ദൈവത്തിന് കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിന് പുരുഷ ഛായയിൽ ഒരു ദൈവവും സ്ത്രീ ഛായയിൽ ഒരു ദൈവവുമുണ്ട്. പുരുഷ ഛായയിലെ ദൈവവും സ്ത്രീ ഛായയിലെ ദൈവവും ഒന്നിച്ച് നമ്മെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞത്, അല്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്തായി 7-ാം അധ്യായത്തിലെ യേശുവിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രം. ഇങ്ങനെയാണ് ആ ദിവസത്തിന് ശേഷമുള്ള ജീവിതം നിർണയിക്കപ്പെടുന്നത്. ഇന്നത്തെ സഭകളിൽ പോലും ഉൽപ്പത്തി അധ്യായം 1 മുതൽ അവർ വായിച്ചുകൊണ്ട് തെറ്റായ വിധത്തിൽ പഠിപ്പിക്കുന്നു. അവർ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിലും പൊരുത്തമില്ലാത്ത നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അവിടേക്ക് പോകണമെങ്കിൽ നാം പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം പിതാവായ ദൈവത്തിൽ മാത്രമല്ല, വേറെ ആരോട് കൂടിയാണ് വിശ്വാസമുണ്ടായിരിക്കേണ്ടത് എന്നാണ്. നാം പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സ്വർഗീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിയൂ എന്ന് ദൈവം നമ്മെ അറിയിക്കുന്നില്ലേ? നമുക്ക് എബ്രായർ 12-ാം അധ്യായം 9-ാം വാക്യം നോക്കാം. 9-ാം വാക്യമനുസരിച്ച് നമ്മുടെ ഭൗതിക ശരീരം ജന്മം തന്ന ഒരു പിതാവും നമ്മുടെ ആത്മാക്കൾക്ക് ജന്മം തന്ന ഒരു പിതാവുമുണ്ട്. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ഈ ഭൂമിയിൽ ഒരു കുടുംബ സമ്പ്രദായത്തിൽ ഒരു പിതാവ് ഉള്ളതുപോലെ ആത്മീയ ലോകത്തും ആരാണ് ഉള്ളത്? നമ്മുടെ പിതാവ് ഉണ്ട്. ഒരു ഭൗതിക പിതാവ് ഉള്ളതുപോലെ ഒരു ആത്മീയ പിതാവുമുണ്ട്. മക്കളും ഉണ്ടല്ലേ? അതിനാൽ ആത്മീയ മക്കളും ഉണ്ടാകേണ്ടതല്ലേ? നമുക്ക് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. 6-ാം അധ്യായം 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്നു പുറപ്പെട്ടു വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. ദൈവം നമുക്ക് ആരായിരിക്കും? എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്കു പിതാവും. നമ്മൾ ആരായിരിക്കും? നിങ്ങൾ എനിക്കു പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ഇവ ആരുടെ വാക്കുകളാണ് എന്നു സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എന്റെ മക്കളാണ് എന്ന് ദൈവം പറയുന്നു. പിതാവ്, പുത്രൻ, പുത്രി, മക്കൾ ഇവയെല്ലാം ഒരു കുടുംബത്തിൽ ഉപയോഗിക്കുന്ന ശീർഷകങ്ങളാണ്. എന്നിരുന്നാലും മാതാവ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഗലാത്യർ 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് എഴുതിയിരിക്കുന്നത്. കൂടാതെ ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യം മുതൽ 27 വരെ നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. മാതാവായ ദൈവം നിലനിൽക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. തുടർന്ന് ആത്മീയ പിതാവ്, മാതാവ്, പുത്രന്മാർ, പുത്രിമാർ എന്നിങ്ങനെ കുടുംബബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ വന്നപ്പോൾ നാം ദൈവത്തിന്റെ രക്തത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്. ബൈബിൾ ദൈവഹിതമാണ്. അവയിൽ ശരിയായ വിശ്വാസമില്ലെങ്കിൽ ആ ദിവസത്തിനു ശേഷം നമുക്ക് ദയനീയമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും.
ആളുകൾ കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിലും പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് പറയും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാത്തത്? അപ്പോൾ ദൈവം പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടുപോകുവിൻ. അങ്ങനെ കർത്താവേ, കർത്താവേ എന്ന് പറയുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ആരാണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ. അപ്പോൾ മാതാവായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ദൈവഹിതമാണോ അല്ലയോ? പഴയ നിയമത്തിൽ എലോഹിം എന്ന പദം 2500 തവണ ഉപയോഗിച്ചിട്ടില്ലേ? കൃത്യമായി പറഞ്ഞാൽ എലോഹിം എന്ന പദം ദൈവങ്ങളിലേക്ക് വിവർത്തനം ചെയ്യാവുന്നതാണ്. യഥാർത്ഥ എബ്രായ ഭാഷയിൽ എലോഹ എന്ന ഒറ്റവാക്കുണ്ട്. പിന്നെ എന്തിനാണ് ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്? കൊറിയൻ ഭാഷയിൽ ഒരു നാമത്തിന്റെ അവസാനം നമ്മൾ ചേർക്കുന്ന ഒരു അക്ഷരം ഒരു ബഹുവചന രൂപത്തിലേക്ക് മാറ്റുന്നില്ലേ? എബ്രായ ലേഖനത്തിലും ഇങ്ങനെ തന്നെയാണ്. എലോഹ എന്ന വാക്കിന് ഇം എന്ന് ഒടുവിൽ ചേർക്കുന്ന പദമുണ്ട്. ഇംഗ്ലീഷിൽ ഇത് ഒരു നാമത്തിന്റെ അവസാനത്തിൽ എസ് എന്ന അക്ഷരം ചേർക്കുന്നതുപോലെയാണ്. ഇതിലൂടെ ദൈവം ഒന്നല്ലെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യരാശിയുടെ രക്ഷയെ നയിക്കാൻ സൃഷ്ടി മുതൽ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇന്ന് പല സഭകളും മാതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന സഭ വിചിത്രമല്ലേ എന്ന് പറയുന്നു. എന്നിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ എങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയും ആ ദിവസത്തിനു ശേഷം നമ്മുടെ രക്ഷയ്ക്കായി ഒരുങ്ങുകയും ചെയ്യുന്നുവെന്ന് നാം പരിശോധിക്കണം. എല്ലാവരോടുമായി നമ്മുടെ മനുഷ്യജീവിതം എത്ര ഹ്രസ്വമാണ്. 20കളിലോ 30കളിലോ ഉള്ള ആളുകൾ തങ്ങൾക്ക് മുമ്പുള്ള ദിവസങ്ങൾ സമൃദ്ധമാണെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അവ കണ്ണിമയ്ക്കുന്നതിനിടയിൽ കടന്നുപോകുന്നു. സമയം ഇത്ര വേഗം എങ്ങനെ പറക്കുന്നു എന്നത് അതിശയകരമാണ്. 2-3 മാസങ്ങൾ ഒറ്റയടിക്ക് കടന്നുപോകുന്നു. അതിനാൽ നമ്മുടെ ജീവിതം തീർച്ചയായും ദൈർഘ്യമേറിയതല്ല, അത് വേഗം ഒഴുകിപ്പോകുന്നു. ഇതിനെക്കുറിച്ച് തോമസ് മൂറിന്റെ കഥ എന്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. സ്വന്തം മതവിശ്വാസങ്ങൾ കാരണം രാജാവിന്റെ കൽപ്പന അനുസരിക്കാത്തതിനാലാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും കാണാൻ വന്നു. പ്രിയനെ, നീ രാജാവിന്റെ ഹിതപ്രകാരം പിന്തുടരാമെന്ന് നിനക്ക് പറഞ്ഞുകൂടെ എന്ന് ഭാര്യ പറഞ്ഞു. എനിക്ക് ജീവിക്കാൻ എത്ര വർഷം ബാക്കിയുണ്ടെന്ന് നിനക്ക് തോന്നുന്നു എന്ന് മൂർ ചോദിച്ചു. 20 വർഷം കൂടി. അപ്പോൾ ആ ചുരുങ്ങിയ 20 വർഷത്തേക്ക് ഞാൻ നിത്യജീവൻ ഉപേക്ഷിക്കണമോ? അങ്ങനെ അവൻ രാജാവിന് കീഴടങ്ങിയില്ല. കേവലം 20 വർഷം മാത്രം ആയുസ് നീട്ടാൻ ദൈവം പഠിപ്പിച്ച നീതിപൂർവകമായ പാത പിന്തുടരാനുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. തത്ഫലമായി അദ്ദേഹം ജയിലിൽ തന്നെ മരിച്ചു. നമ്മുടെ മനുഷ്യജീവിതം ഇത്ര ഹ്രസ്വമാണ്. ഒരിക്കൽ പ്രശസ്തരായ ഭരണാധികാരികൾ പോലും ഇപ്പോൾ ജീവനുള്ളവരുടെ ഇടയിൽ ഇല്ല. ലോകത്തെ നയിച്ച നെപ്പോളിയനും ജെങ്കിസ് ഖാനും അന്തരിച്ചു. നിങ്ങൾ മാത്രം തിരിച്ചറിയുന്ന പേരുകളുള്ള ആ വ്യക്തികൾ ഈ ലോകം വിട്ടുപോയിരിക്കുന്നു. ആ ദിവസത്തിനു ശേഷമാണ് അവർ അവരുടെ ജീവിതം ജീവിക്കുന്നത്. എല്ലാവരോടുമായി ആ ദിവസത്തിനു ശേഷമുള്ള ജീവിതം നമ്മുടെ മേൽ വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന ആ ദിവസത്തിനായി നാം ഒരുങ്ങേണ്ടതല്ലേ? നാം അലംഭാവമുള്ളവരാണെങ്കിൽ കാലം അതിവേഗം കടന്നുപോകും. ഈ നിമിഷം മുതൽ നാം നമ്മുടെ ദൃഢനിശ്ചയം ശേഖരിക്കുകയും സ്വർഗത്തിലേക്ക് നയിക്കുന്ന ജീവിതത്തിനായി ഒരുങ്ങുകയും വേണം. യേശു നമ്മെ എന്താണ് പഠിപ്പിച്ചത്?
പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് യേശു പറഞ്ഞതുകൊണ്ട് പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും പൂർണ്ണമായ വിശ്വാസത്തോടെ സ്വർഗരാജ്യത്തിനായി പ്രത്യാശിക്കുന്നവർ ആയിരിക്കട്ടെ. ദൈവം ബൈബിൾ രേഖപ്പെടുത്തിയപ്പോൾ വെളിപ്പാടിലൂടെ ദൈവം വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകി. നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായം നോക്കാം. നമുക്ക് 22-ാം അധ്യായം 18-ാം വാക്യം നോക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ ഈ ചുരുൾ എന്നത് ബൈബിളിനെ പരാമർശിക്കുന്നു. ബൈബിളിലെ പ്രവചനത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ബൈബിളിലെ വാക്കുകൾ മനുഷ്യർ ഒരിക്കലും മാറ്റരുത്. അതിന് ഒരു കാരണമുണ്ട്. ദൈവത്തെ രാജാധിരാജാവും കർത്താധികർത്താവും എന്ന് ബൈബിൾ പരാമർശിക്കുന്നില്ലേ? ബൈബിൾ എന്നത് ദൈവവചനങ്ങളാണ്. നാം അതിനെ രാജാവിന്റെ വാക്കുകളായി കരുതുന്നുവെങ്കിൽ അവ ഒരു രാജകീയ ഉത്തരവാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോലും ഏകപക്ഷീയമായി ഉത്തരവ് മാറ്റാൻ കഴിയുമോ? തീർച്ചയായും സംഭവിക്കില്ല. അതുകൊണ്ടാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ ആ ദിവസത്തിനു ശേഷം സ്വർഗരാജ്യത്തിൽ ജീവിക്കാൻ കഴിയൂ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. മുൻപ് നമ്മളെല്ലാം പഠിച്ചത് ഒരേയൊരു ദൈവം മാത്രമാണെന്നാണ്. എന്നിരുന്നാലും ഈ സത്യം സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവവും മാതാവായ ദൈവവും ഉള്ളപ്പോൾ നാം സഹോദരന്മാരായിത്തീരുന്നുവെന്ന് നാം മനസ്സിലാക്കി. കൂടാതെ ഈ ബന്ധം പുതിയ നിയമത്തിന്റെ പെസഹയിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലേ? നമുക്ക് മത്തായി 26-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. 26-ാം അധ്യായം 17-ാം വാക്യം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ അവിടുന്ന് എന്താണ് ആഘോഷിക്കുന്നത്? ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്നു ഗുരു പറയുന്നു എന്നു പറവേ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. പെസഹ ആരുടെ ഹിതമാണ്? ഇത് ദൈവത്തിന്റെ ഹിതമാണ്. ആളുകൾ പെസഹ ആചരിച്ചിട്ട് വളരെ കാലമായി. AD 325-ലെ നൈസിയ ഉപദേശസമിതിയിൽ പെസഹ നിർത്തലാക്കിയതു മുതൽ നമ്മുടെ ദൈവസഭയല്ലാതെ മറ്റൊരു സഭയും ഇന്നുവരെ അത് ആചരിച്ചിട്ടില്ല. യേശു തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതാണ് പെസഹ. നമുക്ക് 26-ാം വാക്യത്തിലേക്ക് പോകാം. പെസഹ ആചരിക്കുന്ന രംഗം നോക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്നു പറഞ്ഞു. പിന്നെ പെസഹ അപ്പമാണ് തന്റെ വിശുദ്ധ ശരീരം എന്ന് യേശു പറഞ്ഞു. 27-ാം വാക്യം നമുക്ക് നോക്കാം. പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്കു വേണ്ടി പെസഹ വീഞ്ഞ് പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. നാം പെസഹ ആചരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മാംസവും രക്തവും അവകാശമാക്കുന്നു. മക്കൾ തങ്ങളുടെ മാതാപിതാക്കളുടെ മാംസവും രക്തവും അവകാശമാക്കുന്നു. അപ്പോൾ ദൈവത്തെ പിതാവ് എന്നും മാതാവേ എന്നും വിളിക്കാനുള്ള അവകാശം ഉള്ളവർക്ക് പെസഹയിലൂടെ എന്തുണ്ടായിരിക്കണം? അവർക്ക് ദൈവത്തിന്റെ ജീവന്റെ രക്തം ഉണ്ടായിരിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് യേശു അവരോട് താൻ ഈ പെസഹ ആചരിക്കാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞത്. ഏതു നിയമമാണെന്നാണ് അവിടുന്ന് പെസഹയെ വിശേഷിപ്പിച്ചത്? ഇതാണ് പുതിയ നിയമം എന്നാണ് വിശേഷിപ്പിച്ചത്.
ഈ നിയമം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല, ഒരിക്കലും മാഞ്ഞു പോകുകയുമില്ല എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഇതു പറഞ്ഞുകൊണ്ട് നിത്യനിയമമെന്ന നിലയിൽ പുതിയ നിയമമായ പെസഹ അവൻ നമുക്ക് നൽകിയില്ലേ? ഇന്ന് നാം സ്വർഗീയ പിതാവിനെയും സ്വർഗീയ മാതാവിനെയും ബഹുമാനിക്കുന്നു. സിയോനിലെ പ്രിയ സഹോദരീ സഹോദരന്മാർക്കിടയിൽ ദൈവം ആത്മീയ രക്തം നൽകിയിരിക്കുന്നു. അതിനാൽ യോഹന്നാൻ 13:34 ദൈവം നമുക്ക് എന്ത് കൽപ്പനയാണ് നൽകിയിരിക്കുന്നത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. എന്താണ് നാം ചെയ്യേണ്ടത്? പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. എല്ലാവരോടുമായി ഓരോ വചനത്തിനും അതിൻ്റേതായ പ്രാധാന്യവും ദൈവഹിതവുമുണ്ട്. നമുക്ക് ഇത് മറന്ന് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങുവാൻ കഴിയത്തക്കവിധം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാം. ആ ദിവസത്തിനു ശേഷമുള്ള ജീവനുവേണ്ടി നാം ഒരുങ്ങണം. ആ ദിവസത്തിനു ശേഷം ആരാണ് സ്വർഗരാജ്യത്തിലെ ജീവിതം ആസ്വദിക്കുക? ആർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനു മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയൂ. ഇന്ന് കൃപയുള്ള നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരോടും ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളും നമ്മുടെ മനസ്സിൽ കൊത്തിവയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അനുസരണത്തോടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഇഷ്ടം പിന്തുടരുന്നതിലൂടെ പിതാവിനോടും മാതാവിനോടും സിയോനോടും വാഞ്ചിക്കുന്ന നമ്മുടെ നഷ്ടപ്പെട്ടുപോയ സഹോദരീ സഹോദരന്മാരെ വേഗത്തിൽ കണ്ടെത്തുകയും അവരെ സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ മനോഹരമായ നാഴികക്കല്ലുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു അനുഗ്രഹീതമായ സമയമായി ഇന്ന് മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.